ഇന്നൊരു നാടൻ രീതിയിലുള്ള കറിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ തലേദിവസം തന്നെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേവാനായിട്ട് വെക്കാം. നമ്മുടെ കടല വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ജീരകം ഇട്ട് ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്ത് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവാനായിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കുമ്പളങ്ങയും ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താളിച്ച് ചേർക്കാനായിട്ട് ഒരു ചെറിയൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു നാടൻ കറിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.